ഗൈസ്, എൻ്റെ ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡാസ്ലറിൻ്റെ ഫൗണ്ടേഷനാണ്. ഞാൻ അധികം ഫൗണ്ടേഷനൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. ഞാൻ ഫൗണ്ടേഷൻ ഈ ഒരു കുറച്ച് പ്രായത്തിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ട് കുഞ്ഞായിരുന്നപ്പോൾ അമ്മേരെയൊക്കെ ഫൗണ്ടേഷൻ എടുത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് കളിക്കുമെന്നല്ലാതെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് തോന്നി. എന്നുവെച്ചാൽ നമുക്ക് ഈ ബ്യൂട്ടി ബ്ലെൻഡർ ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത ആളായതുകൊണ്ട് ഞാൻ ബേസിക് സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് പഠിക്കണം ഗൈസ്. അപ്പോൾ ഞാൻ ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഇത് ഡാസ്ലറിൻ്റെ ഹണി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇത് ലൈറ്റ് സ്കിൻ ടോൺസിനുള്ള ഷെയ്ഡാണ്. എനിക്ക് നന്നായിട്ടത് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടി ഗൈസ്. പക്ഷേ സംഭവം ബ്ലെൻഡ് ചെയ്യാൻ ബ്യൂട്ടി ബ്ലെൻഡർ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രഷ് പോലും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ, നമ്മളിങ്ങനെ നമ്മൾ സൺസ്ക്രീൻ ഇട്ടിരിക്കുന്ന ഇങ്ങനെ പിരിപിരാന്ന് വരും. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ കുഴപ്പമില്ല, ഇട്ടപ്പോൾ എനിക്ക് ആ ഫൗണ്ടേഷൻ ഷെയ്ഡ് അടിപൊളിയായി. ആ ബ്ലെൻഡർ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനങ്ങ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഷെയ്ഡാണ്. അപ്പം ഇനി ഇങ്ങനെ ട്രൈ ചെയ്ത് മേക്കപ്പ് ചെയ്തൊക്കെ പഠിക്കണം, വഴിയേ പഠിക്കാം. അപ്പം ഞാൻ 2 കുഞ്ഞ് സ്റ്റഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു കുർത്തിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സിമ്പിൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എന്നിട്ട് ഞാൻ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് ഇരിക്കാൻ. പിന്നെ എൻ്റെ മുഖം ചെറുതായിട്ട് ഓയിലി, മൂക്കിൻ്റെ ഭാഗം ചിന്നിൻ്റെ ഭാഗമൊക്കെ ഓയിലി ആയിട്ട് വരാറുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ചൊക്കെ ഓയിലിനെസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് കോമ്പാക്ട് ഇട്ടതിന് ശേഷം ഞാൻ ഐബ്രോസ് ഒക്കെ സെറ്റ് ചെയ്തു. ഞാൻ ഇതുവരെ ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുശേഷം ഞാൻ ഐലൈനർ വരച്ചിട്ടുണ്ട്. തിന്നായിട്ട് വരച്ചു തുടങ്ങിയാണ് ഗൈസ്. എല്ലാ സമയത്തെയും പോലെ ഇത്തിരി അപ്പുറത്ത് ഇത്തിരി കൂടുതൽ വരയ്ക്കും, ഇപ്പുറത്ത് ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടിപ്പോയി. പിന്നെ വായിക്കാനൊന്നും നിന്നില്ല. താഴെ ജസ്റ്റ് ഒന്ന് കോർണേഴ്സിലായിട്ട് ജസ്റ്റ് ഒന്ന് ഹിമാലയുടെ കരി ഉപയോഗിച്ച് വരച്ചു കൊടുത്തു. ഫുള്ള് ട്രഡീഷണൽ ആയി പോകില്ല ഗൈസ്, ജീൻസ് ഇട്ടിട്ട് അത് കൊള്ളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വരച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ലിപ്സിൽ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്ത് നന്നായിട്ട് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം, ലിപ് ലൈനറിൻ്റെ ആവശ്യമില്ലായിരുന്നു, നല്ല ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ എടുത്തു. എന്നിട്ട് നമ്മുടെ DL025 നല്ല ഹൈപ്പുള്ള ഒരു ഷെയ്ഡ്, നമ്മുടെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഇല്ലേ ഗൈസ്, അതും വേറെ ഡാസ്ലറിൻ്റെ തന്നെ ഒരു മിനി ലിപ്സ്റ്റിക്ക് എനിക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന എൻ്റെ ഒരു കുർത്തിയുടെ, ഈ ഇട്ടിരിക്കുന്ന കുർത്തിയുടെ കളർലെസ് ഒരു ലിപ്സ്റ്റിക്കാണ് ഗൈസ്. അപ്പോൾ അതും കൂടി എടുത്ത് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഗൈസ് ഞാൻ ഒരു പ്രാവശ്യം ആഹാരം കഴിച്ചിട്ട് നോക്കിയപ്പോഴത്തേനും ലിപ്സ്റ്റിക്കൊക്കെ പോയി. ഇതൊരു വാട്ടർ പ്രൂഫ് അല്ല, കുറേ നേരം നിൽക്കില്ല. എനിക്ക് അങ്ങനെയാണ് ബേസിക്കലി ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് കൊള്ളാം, നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. അത്രയേ ഉള്ളൂ. എനിക്ക് വലിയ ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല. ഈ പറയുന്ന ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല പേഴ്സണലി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഒപ്പീനിയനാണിത്. പിന്നെ ഞാൻ നന്നായിട്ട് ഈ ഷെയ്ഡും അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുർത്തിയുടെ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ലൈറ്റിൽ ഇത്ര പോരാ, പക്ഷേ ഡേ ലൈറ്റിൽ അടിപൊളിയായിട്ട് എനിക്ക് കിട്ടി. എണ്ണയൊക്കെ തേച്ച് മുടി വല്ലാണ്ടായി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ ചപ്പിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.